ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പച്ചയ്ക്ക് അരി കഴിക്കുന്നത് നല്ലതാണോ? ഇങ്ങനെ കഴിക്കുന്നത് ഒരു രോഗാവസ്ഥയാണോ? ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് വിശദമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇത് മനസ്സിലാക്കിയിരിക്കും കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രോത്സാഹനം കിട്ടുന്നത്. അതുകൊണ്ട് ഇപ്പം തന്നെ ഒരു പ്രോത്സാഹനമായി കണ്ടിട്ട് വീഡിയോയുടെ താഴെ വലതുവശത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അരി പച്ചയ്ക്ക് കഴിക്കാറുണ്ടോ? ഇതൊരു രോഗമാകാം. പിക്ക ഏത് പ്രായത്തിലും ആർക്കും സംഭവിക്കാം. എന്താണ് പിക്ക? ഭക്ഷണമല്ലാത്തതും പോഷകമൂല്യമില്ലാത്തതുമായ വസ്തുക്കൾ ഒരു വ്യക്തി നിർബന്ധപൂർവം കഴിക്കുന്ന ഭക്ഷണക്രമക്കേടാണ് പിക്ക. നമ്മളിൽ ചിലരിലെങ്കിലും കാണുന്ന ഒരു വ്യത്യസ്ത സ്വഭാവമാണ് പച്ചയ്ക്ക് അരി, കല്ല്, പേപ്പർ പോലുള്ള വസ്തുക്കൾ കഴിക്കുന്നത്, അല്ലേ? ചിലരതിൽ ആനന്ദം കൊള്ളുന്നവരും ഉണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് പിക്ക എന്ന രോഗാവസ്ഥയുടെ ലക്ഷണമാണ്. പിക്കയ്ക്ക് അതിൻ്റെ പേര് ലഭിച്ചത് ഒരു പക്ഷി ഇനത്തിൽ നിന്നാണ്. അസാധാരണമായ വസ്തുക്കൾ ഭക്ഷിക്കുന്നതിൽ ഈ പക്ഷിക്ക് പ്രശസ്തിയുണ്ട്. പിക്ക ഏത് പ്രായത്തിലും ആർക്കും സംഭവിക്കാവുന്ന ഒന്നാണ് കേട്ടോ. എന്നാൽ 3 പ്രത്യേക ഗ്രൂപ്പിൽപ്പെട്ടവരിലാണ് പ്രത്യേകമായി കണ്ടുവരുന്നത്. കൊച്ചുകുട്ടികളിൽ, പ്രത്യേകിച്ചും 6 വയസ്സിന് താഴെയുള്ളവരിൽ, അതുപോലെ ഗർഭിണികളിലും ചില മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവരിലും, പ്രത്യേകിച്ച് ഓട്ടിസം സ്പെക്ട്രം സിൻഡ്രോം അല്ലെങ്കിൽ ഭൗതിക വൈകല്യങ്ങളുള്ളവർ. പിക്ക എന്നത് താരതമ്യേന ഒരു സാധാരണമായ അവസ്ഥയാണ്. എന്നാൽ ഇത് എത്രത്തോളം സാധാരണമാണെന്ന് വിദഗ്ധർക്ക് ഉറപ്പില്ല. ശിശുക്കളിലും കൊച്ചുകുട്ടികളിലും പലപ്പോഴും അവരുടെ സാധാരണ വികസനത്തിന്റെ ഭാഗമായി കയ്യിൽ കിട്ടുന്നത് എന്തും വായിൽ വയ്ക്കുന്നു. ഇത്തരത്തിലുള്ള പിക്ക സാധാരണമായി വളരെ വേഗത്തിൽ സ്വയം ഇല്ലാതാകുകയും ചെയ്യുന്നതാണ്. വിളർച്ച, അസ്കറിയാസിസ്, മലബന്ധം, ഇലക്ട്രോലൈറ്റ് അസന്തുലിതാവസ്ഥ, ക്രമരഹിതമായ ഹൃദയാഘാതം, ലെഡ് വിഷബാധ, ചെറുകുടലിലെയും വൻകുടലിലെയും തടസ്സം തുടങ്ങിയവയാണ് പിക്കയുടെ ലക്ഷണങ്ങൾ. ഇനി ഇവ എപ്പോഴാണ് അപകടകാരിയാകുന്നത്? ഒരു വ്യക്തി കഴിക്കുന്ന ഭക്ഷണേതര ഇനം അനുസരിച്ചാണ് പിക്കയ്ക്ക് വിശാലമായ ഇഫക്റ്റുകൾ ഉണ്ടാകുന്നത്. വിഷാംശമില്ലാത്തവ കഴിച്ചാലും അവ അപകടകരമായ അവസ്ഥയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ആളുകൾ മുടി കഴിക്കുമ്പോൾ അവരുടെ ദഹനനാളത്തിൽ കുടുങ്ങിയിട്ട് തടസ്സങ്ങളോ കീറലോ മറ്റ് കേടുപാടുകളോ ഒക്കെ ഉണ്ടാകുന്നു. ഇത്തരം അവസ്ഥയെ ട്രെക്കോഫാഗിയ എന്നറിയപ്പെടുന്നു. മാത്രവുമല്ല, ഈ അവസ്ഥ നിങ്ങളുടെ പല്ലുകൾക്കും കേടുവരുത്തും. പിക്ക സാധാരണഗതിയിൽ സ്വയമേ മാറുന്ന ഒരു രോഗലക്ഷണമാണ്. എന്നാൽ ചില സമയങ്ങളിൽ അവയ്ക്ക് ചികിത്സ നൽകേണ്ടതായിട്ട് വരുന്നതാണ്. വളർന്നു വരുന്ന കുട്ടികളിൽ ഭക്ഷണയോഗ്യവും ഭക്ഷണയോഗ്യമല്ലാത്തതുമായ വസ്തുക്കളും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. ഇനി മുതിർന്നവരിലാണ് ഇത് കണ്ടുവരുന്നതെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഒരു ഡോക്ടറിനെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും പുതിയൊരു അറിവാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്രദമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.